ബിഗ് ബോസ് ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ. ഇതിന്റെ മലയാളം വേർഷനിലേക്ക് വരുമ്പോൾ നടൻ മോഹൻലാലാണ് ഇതിന്റെ ആങ്കർ എന്നത് വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ ഇപ്പോൾ 6 സീസണുകൾ പിന്നിട്ട് ഇത് 7ാമത്തെ സീസണിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ സീസൺ ഏത് എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച. ഓൾമോസ്റ്റ് എല്ലാ മലയാളം ബിഗ് ബോസ് പ്രേമികളും സീസൺ 1 എന്നേ പറയുകയുള്ളൂ. ഉറപ്പായും സീസൺ 1 ഒരു വിജയമായിരുന്നു. കാരണം അതിലെ മത്സരാർത്ഥികളെല്ലാം ഒരു തരത്തിൽ നല്ല സൂപ്പർ ഫിഗറുകളായിരുന്നു. പിന്നെ മലയാളികളുടെ ഇടയിലേക്ക് ആദ്യം വന്നൊരു സീസണും അതായിരുന്നല്ലോ. പക്ഷേ ശേഷം വന്ന സീസണുകളിൽ വെറും ചുരുക്കം 3 പേരിലേക്കോ അല്ലെങ്കിൽ 2 പേരിലേക്കോ ഒക്കെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒതുങ്ങിയത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ ഒരു വ്യക്തിക്ക് അത് നല്ലതാണ് എങ്കിലും അത് കണ്ടിരിക്കുന്ന നമുക്കത് അത്ര നല്ലതായിരിക്കത്തില്ല, നമുക്ക് ബോറായിട്ടേ തോന്നുകയുള്ളൂ. എനിവേ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ചർച്ചയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഓരോ സീസണുകളിലും താരമാകുന്ന ഒരു വ്യക്തി ഉണ്ടാകും, 1-2 വ്യക്തികൾ ഉണ്ടാകും. പക്ഷെ കപ്പടിക്കുന്നവർ വേറെ ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു കപ്പ് കൊടുക്കുന്നത്? നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായാൽ വോട്ട് കിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം എല്ലാ സീസണുകളിലും അവസാനം ഒരു വോട്ടെടുപ്പ് ഉണ്ടാകാറുണ്ട്. ആ സീസണിലെ അടിപൊളി താരം, അതായത് എന്റെ ഒരു ഒബ്സർവേഷനിൽ ഒരുപാട് കോണ്ടന്റ് ഒക്കെ തന്ന് പ്രേക്ഷകരുടെ ഇടയിൽ വലിയ ചർച്ചയായിട്ടുള്ള ഒരു മത്സരാർത്ഥി, അയാൾക്കായിരിക്കും വോട്ട് എന്ന് നമ്മൾ കരുതും. പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ലല്ലോ. സോ ശരിക്കും എന്തടിസ്ഥാനത്തിലാണ് ഈ മത്സരത്തിൽ ഒരു വ്യക്തി ജയിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയണേ, കമന്റ് ആയിട്ടൊന്ന് എഴുതിയിട്ടാൽ മതി. കാരണം വരുന്ന സീസൺ എങ്കിലും അത് ഡിസേർവ് ചെയ്യുന്ന ആൾക്ക് കപ്പ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടിട്ടാണ്. അല്ലാതെ കുറേയധികം PR വർക്കിന്റെ ഒക്കെ പേരിൽ നന്നായിട്ട് മത്സരിക്കുന്ന, നമ്മളെയൊക്കെ ഒരുപാട് ഒരുപാട് കോണ്ടന്റ് ഒക്കെ തന്നിട്ട് ചർച്ച ചെയ്യാനൊക്കെ ഒരുപാട് നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരൊന്നും പിന്നോട്ട് പോകരുത്. ഇനി ഞാൻ ഈ ബിഗ് ബോസിനെ കുറിച്ച് ഒരു സൈറ്റിൽ വായിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് അറിയാൻ സാധിച്ചു. ഇതുവരെ കഴിഞ്ഞ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ സീസൺ അതേതാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് തോന്നിയത് ഫസ്റ്റ് സീസൺ ആയിരുന്നു, അതാണ് സൂപ്പർ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ചർച്ച ചെയ്യാൻ തോന്നുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് സീസൺ 4, 3 ഇതൊക്കെ നല്ല സീസൺ ആയിരുന്നു. എന്റെ ഫേവറേറ്റ് സീസൺ 3ഉം 4ഉം ഒക്കെ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ഉള്ളത് കൊണ്ട് കുറെയൊക്കെ റീൽസും ട്രോൾസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ലാസ്റ്റ് സീസണിൽ ജയിച്ചത് ജിൻഡോ ആയിരുന്നു. പക്ഷെ ജിൻഡോ അത്ര അധികം ഫേമസ് പോലും ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അർജുൻ ശ്യാം 2ാം സ്ഥാനത്തും പിന്നെ അതുപോലെ ജാസ്മിൻ ജാഫർ, അതായത് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കാണാത്തവരുടെ ഇടയിൽ പോലും ചർച്ചയായിട്ടുള്ള ജാസ്മിൻ ജാഫർ 3ാം സ്ഥാനത്താണ് എത്തിയത്. സോ മുൻപ് സീസൺ 5 വിജയിയായിട്ടുള്ള അഖിൽ മാരാരെ അവകാശപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. പുള്ളിക്കാരൻ ഉണ്ടായിരുന്ന സീസൺ 5 അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതിനോട് എനിക്കൊരു യോജിപ്പില്ല. പിന്നെ പുള്ളിക്കാരൻ അത് അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം പുള്ളിക്കാരൻ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നല്ലോ. അങ്ങനെ ഞാനും പോയി ഇന്ന് കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിച്ച ഒരു ബാർക്ക് റിപ്പോർട്ട് ഉണ്ട്. അതായത് ബാർക്ക് റേറ്റിംഗ് അടിസ്ഥാനത്തിലാണ് ഈ സീസൺ ഒക്കെ റേറ്റിംഗ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സീസൺ 6 തന്നെയാണ് ഇതുവരെ നടന്ന സീസണുകളിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നേടിയത്. അതിന്റെ അർത്ഥം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഓരോ സീസൺ കഴിയുമ്പോഴും ഒരുപാട് പ്രേക്ഷകർ ഉണ്ടായി വളർന്നു വരികയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി ഈ സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് ലഭിച്ച റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 18 TVR ആണ് അതിന്റെ റേറ്റിംഗ്. ഇതുവരെ നടന്ന എല്ലാ സീസണുകളിലും വെച്ച് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആണ് ഈ പറഞ്ഞത്. ഇനി ബാർഗിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തില് 2.7 കോടിയിലധികം ആളുകൾ ബിഗ് ബോസ് സീസൺ 6 കണ്ടിട്ടുണ്ട്. അപ്പോൾ സീസൺ 5നോട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഈ സീസൺ കണ്ടിട്ടുള്ളതിൽ അവരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 35% വർധനവാണ് സീസൺ 6 നേടിയത്. അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിലും ഒരുപാട് വർധനവ് ലഭിച്ചിട്ടുണ്ട്. അതിൽ 69% വർധനവാണ് ഈ വോട്ടിംഗിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഫിനാലെ ആഴ്ചയിൽ മാത്രമായിട്ട് 87% വർധനവാണ് വോട്ടിംഗിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അതുപോലെ OTTയിൽ കാണികളുടെ എണ്ണത്തിൽ വലിയൊരു വർധനവുണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. അവരുടെ ആ ഒരു ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലുള്ള പ്രേക്ഷകരുടെ എണ്ണം 55% ഈ ഒരു ഷോ കാരണം വർദ്ധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിനെ കുറിച്ചുള്ള ചർച്ചകൾ എന്ന് പറയുന്നത് 100% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വളരെയധികം ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സീസൺ തന്നെയാണ് ബിഗ് ബോസ് സീസൺ 6. അത് മാത്രമല്ല ഇതിന്റെ ഒരു ഷോയുടെ മൊത്തം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ മലയാളം ഷോയുടെ ചരിത്രത്തിൽ തന്നെ 2 കോമണർ മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസൺ ആയിരുന്നു ഇത്. കൂടാതെ 6 പേര് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് മാത്രം എത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് 2 പേരെ പുറത്താക്കിയിട്ടുണ്ട്. അതിൽ DJ സിബിൻ പിന്നെ പൂജ കൃഷ്ണ ഇവരാണ് പുറത്തായവര്. പിന്നെ ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റി ഒക്കെ ചൊല്ലി മുൻ സീസണിലെ മത്സരാർത്ഥികളൊക്കെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില മത്സരാർത്ഥികളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള എവിക്ഷൻ അടക്കമുള്ള പല കാര്യങ്ങളും ഈ ഒരു ബിഗ് ബോസ് സീസൺ 6ന്റെ ഇടയിൽ ചർച്ച
ചർച്ചയായിട്ടുണ്ട്. അത് മാത്രമല്ല ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും കൂടുതൽ ചർച്ചയായത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്യൂട്ടി വ്ളോഗറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ജാസ്മിൻ ജാഫർ ആയിരുന്നു. ജാസ്മിനും സഹ മത്സരാർത്ഥിയായ ഗബ്രിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, ഇത് എന്താണെന്ന് ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കത് ആ വഴിക്ക് വിടാം. അപ്പോൾ ഞാൻ ചോദിച്ച പോലെ ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയെ സ്റ്റാർ ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ കപ്പ് കൊടുക്കുന്നത്? അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് സീസൺ 1 തൊട്ട് 6 വരെ ഇപ്പോൾ ഉണ്ട്. പിന്നെ അതുപോലെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഹോപ്പാണ് നമുക്ക് തന്നെ ബിഗ് ബോസ് സീസൺ 7 കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താം. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതുപോലെ തന്നെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കുറെ കൂടി ഇൻഫോർമേറ്റീവ് ടൈപ്പാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്.